KN-25 സിസ്റ്റത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രത്യേകത അതിന്റെ വലിപ്പവും ശേഷിയും തന്നെയാണ്. 600 mm കാലിബർ ഉള്ള ഈ റോക്കറ്റുകൾ ലോകത്തിലെ ഏറ്റവും വലിയ റോക്കറ്റ് പീരങ്കി സംവിധാനത്തിലൊന്നായാണ് കണക്കാക്കപ്പെടുന്നത്. ഏകദേശം 8 മീറ്റർ നീളമുള്ള റോക്കറ്റുകൾ, ഓരോന്നും ഏകദേശം 3 ടൺ ഭാരമുള്ളതായിരിക്കുമെന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. പുതിയ പതിപ്പിന്റെ മറ്റൊരു പ്രധാന സവിശേഷത ഈ റോക്കറ്റ് ലോഞ്ചറിന് നൽകിയിരിക്കുന്ന നവീകരിച്ച ലോഞ്ചർ വാഹനവും ചേസിസുമാണ്. റിപ്പോർട്ടുകൾ പ്രകാരം 2024 പുറത്തിറക്കിയ ഈ പതിപ്പിന് KN-23 ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലിനായി ഉപയോഗിച്ച അതേ മാതൃകയിലെ ഒരു പുതിയ ചേസിസ് ആണ് നൽകിയിട്ടുള്ളത്. മുൻ മോഡലുകളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ കരുത്തുള്ള വാഹന രൂപകൽപ്പനയാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ ഭീതിജനകമായ ഘടകം എന്നാൽ അതിന്റെ ആക്രമണ ശ്രേണിയാണ്. റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇത് ഏകദേശം 400 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ വരെ തകർക്കാൻ ശേഷിയുള്ളതാണ്. അതായത് ദക്ഷിണ കൊറിയയുടെ മിക്ക ഭാഗങ്ങളും ഇതിന്റെ ആക്രമണ പരിധിയിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് ചുരുക്കം. ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ വൻതോതിലുള്ള ആക്രമണം നടത്താൻ കഴിയുന്ന ആയുധമായി ഇത് മാറുമെന്നാണ് സൈനിക വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നത്. ഇത്തരമൊരു ആയുധം ദക്ഷിണ കൊറിയയ്ക്കും ജപ്പാനും മാത്രമല്ല അമേരിക്കയുടെ സൈനിക സാന്നിധ്യത്തിനും വലിയ തലവേദനയാകുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്.